വ്യസനസമേതം ബന്ധുമിത്രാദികൾ. ഇത് നമ്മൾ സാധാരണ ഈ സഞ്ചയനക്കാർഡിലെ താഴെ എഴുതുന്ന ഭാഗം വ്യസനസമേതം ബന്ധുമിത്രാദികൾ. അതൊരു പടത്തിൻ്റെ പേര് പറഞ്ഞു. ഈ പടത്തിൻ്റെ പേര് പറയാൻ നമ്മുടെ നാക്കുളുക്കാതിരുന്ന രക്ഷപ്പെട്ടു കേട്ടോ. അപ്പം ഈ പേര് തന്നെ ഒരു പുതുമയുള്ള ഒരു പേര് തന്നെ. ആ പുതുമ തന്നെ ചിത്രം കാണാൻ നമ്മളെ പ്രേരിപ്പിച്ചത്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വാഴ, അതുപോലെ ഗുരുവായൂർ അമ്പലനടയിൽ ഈ ചിത്രങ്ങളൊക്കെ നിർമ്മിച്ചതും അതിൻ്റെ പിന്നണി പ്രവർത്തിച്ച ആൾക്കാരൊക്കെ തന്നെയാണ് ഈ ചിത്രത്തിൽ അഭിനയിക്കുന്നതും അതുപോലെ ഇതിനകത്തുള്ളതും എന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പം ഒരു നല്ല ചിത്രമാകും എന്ന് തന്നെ പ്രതീക്ഷിച്ചാണ് പോയത്. അത് നിരാശപ്പെടുത്തിയില്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു പ്രതികരണം. കാരണം അമിതമായ പ്രതീക്ഷയോ ഭാരമോ ഒന്നും ഇല്ലാതെ ഈ ചിത്രം കയറി കണ്ടാൽ നമുക്ക് പൊട്ടിച്ചിരിക്കാൻ അനേകം മുഹൂർത്തങ്ങൾ ഈ ചിത്രം സമ്മാനിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു അല്പം കൂടെ ഇത് ലിങ്ക് ആവുന്നത് തെക്കൻ പ്രദേശങ്ങളിലാണ്, തെക്കൻ ജില്ലയിലെ ആൾക്കാർക്കാണെന്ന് തോന്നുന്നു. കാരണം ജില്ലയിൽ സാധാരണ കണ്ടുവരുന്ന ഒരു മനവീട്ടിൽ ഉണ്ടാകുന്ന ചില സംഭവങ്ങൾ അത് കോർത്തിണക്കി ഒരു ചെറിയ സംഭവമേ അത് അങ്ങ് പൊലിപ്പിച്ചൊരു സിനിമയാക്കി മാറ്റി എന്നുള്ളതാണ്. അത് രസകരമായ പല മുഹൂർത്തങ്ങളും ഇത് കൈകാര്യം ചെയ്യുന്നുണ്ട്. ഇപ്പം നമുക്ക് സാധാരണ ഒരു മരണ വീട്ടിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ചില സംഭവം കണ്ടു കഴിഞ്ഞാൽ മരണ വീടെന്ന് അറിയാതെ പോലും നമ്മൾ പൊട്ടിച്ചിരിച്ചു പോകും അല്ലേ. ചില ഇടപെടലുകൾ അതുപോലെ ചിലരുടെ പ്രകടനങ്ങളൊക്കെ കണ്ടു കഴിയുമ്പോൾ നമ്മൾ അറിയാതെ പോലും പൊട്ടിച്ചിരിച്ചു പോകും, അല്ലെങ്കിൽ നമ്മൾ ഉള്ളിലെങ്കിലും ചിരിക്കും. ഇതൊക്കെ എല്ലാം കൂടെ സിനിമയ്ക്കകത്ത് ചേർത്ത് വെച്ചിരിക്കുന്നതെന്ന് പറയാം. ബിബിനാണ് ഇതിൻ്റെ സംവിധാനവും തിരക്കഥയും. മികച്ചൊരു തിരക്കഥ തന്നെ എന്ന് പറയേണ്ടി വരും. കാരണം ചെറിയൊരു സംഭവം കോർത്തിണക്കി ഒരു സിനിമാ പരുവത്തിലാക്കിയല്ലോ, അതിന് അദ്ദേഹത്തെ അഭിനന്ദിച്ചേ പറ്റൂ. അതുപോലെ വാഴ, ഗുരുവായൂർ അമ്പലനടയിൽ എന്നൊക്കെ ചിത്രങ്ങൾ സംവിധാനം ചെയ്ത ബിബിൻ ദാസാണെന്ന് തോന്നുന്നു ഇതിൻ്റെ നിർമ്മാണ പങ്കാളിയായിട്ട് വന്നിരിക്കുന്നത്. അങ്ങനെ എല്ലാം മിക്കവാറും എല്ലാവരും പുതുമുഖങ്ങളാണ്. ഈ നടന്മാർ തന്നെ പലരും പുതുമുഖങ്ങൾ. ചില ആൾക്കാരെ മാത്രമേ ഉള്ളൂ നമ്മൾ കണ്ടുപരിചയമുള്ളത്. അനശ്വര രാജൻ ഇതിനകത്ത് മികച്ചൊരു കഥാപാത്രം കൈകാര്യം ചെയ്യുന്നു. അഫീഫ് നെടുവങ്ങാട്, ഫിജു ഫണ്ണി, അതുപോലെ ജോമോൻ, പിന്നെ വേറെ ബൈജു സന്തോഷ്, മല്ലിക സുകുമാരൻ, നോബി മാർക്കോഫ്, ഇവരൊക്കെ തന്നെ അവരുടേതായ റോളുകൾ വളരെ ഭംഗിയായിട്ടുണ്ട്. ഇതിനകത്ത് എടുത്തു പറയേണ്ട രണ്ട് വ്യക്തികൾ എന്ന് പറഞ്ഞാൽ അനശ്വര രാജനും അഫീഫ് നെടുവങ്ങാടും. അഫീഫ് നെടുവങ്ങാടിൻ്റെ ഒരു മികച്ച കഥാപാത്രം തന്നെയാണ് ഈ ചിത്രത്തിലുള്ളത് എന്നുള്ളത്. സ്ഥലങ്ങളിലൂടെയൊക്കെ സഞ്ചരിച്ച് ഒരു മികച്ച കഥാപാത്രമാക്കാൻ അദ്ദേഹത്തിന് അത് കഴിഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് മികച്ച റോളുകൾ കിട്ടുമ്പോൾ അദ്ദേഹം മികച്ച രീതിയിൽ പെർഫോം ചെയ്യും എന്ന് തന്നെ കരുതുന്നുണ്ട്. ഈ ചിത്രം അതിനൊരു മുന്നോടിയാകട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാം. പിന്നെ ഈ ചിത്രം പറഞ്ഞു പോകുന്ന വാഴ ഇത് ആ ലെവലിൽ തന്നെയാണ് പറഞ്ഞു പോകുന്നത്. ആ പാറ്റേണാണ് പിടിച്ചിരിക്കുന്നത്. കാരണം ആദ്യമേയൊക്കെ വളരെയധികം തമാശ നിറഞ്ഞൊരു ചിത്രം ഇതിലൊരു സെൻറ്റിമെൻ്റൽ ട്രാക്കിൽ കൊണ്ടുവന്ന് അവസാനിപ്പിക്കുന്നു. അതൊരു നല്ല തോട്ടായിട്ട് തോന്നി. അതേപോലെ ഇതിനകത്ത് ഞാൻ പറഞ്ഞില്ലേ, ചില സമയത്ത് നമ്മൾ പൊട്ടിച്ചിരിച്ചു പോകണേ. അത് എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ചിരിക്കണമെന്നൊന്നും ഇല്ല. നമ്മൾ ഇതൊക്കെ കണ്ടൊരു ശീലം, ഒരു മരണ വീട്ടിലൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന സംഭവങ്ങളൊക്കെ നമ്മുടെ കൺമുമ്പിൽ കണ്ടു കഴിയുമ്പോൾ നമ്മൾ പഴയ കാര്യങ്ങളൊക്കെ ഓർത്ത് പൊട്ടിച്ചിരിച്ചു പോകും. അതങ്ങനെ നമ്മുടെ ജീവിതവുമായിട്ട് കണക്ട് ചെയ്യാൻ ഈ ചിത്രത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ അമിതമായ പ്രതീക്ഷകളില്ലാതെ, അമിതമായ ഭാരമൊന്നുമില്ലാതെ ഈ ചിത്രം കയറി കണ്ടു കഴിഞ്ഞാൽ ഇത് നിശ്ചയമായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഒരു ചെറിയ ചിത്രം. അതുപോലെ തന്നെ ഈ ചിത്രത്തിൻ്റെ ദൈർഘ്യം ക്ലിപ്തപ്പെടുത്തിയിരിക്കുന്നത്. അതിനുള്ളിൽ ഈ ചിത്രം നമ്മളെ ബോറടിപ്പിക്കാതെ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്നുണ്ട്. ഈ ചില ചിത്രങ്ങൾ ദീർഘമായി പോയി കഴിഞ്ഞാൽ നമുക്ക് പലപ്പോഴും ലാഗടിക്കും, അതുപോലെ ബോറായിട്ട് തോന്നും. അതൊന്നും ഇല്ലാതെ നിർത്തേണ്ട സമയത്ത് ഇത് നിർത്തിയിട്ടുമുണ്ട്. അതൊക്കെ വളരെ സന്തോഷം നൽകുന്ന കാര്യമാണ്. അപ്പം വരും ദിവസങ്ങളിൽ ഈ ചിത്രം മികച്ച ഒരു പ്രതികരണം നേടുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ കഴിയട്ടെ അല്ലേ. അപ്പോൾ എല്ലാ ചിത്രങ്ങളും വൻ വിജയമായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാം. അപ്പോൾ ഇത് എൻ്റെ അഭിപ്രായമാണ് പറഞ്ഞത്. ഇനി നിങ്ങൾ കയറി കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം തീരുമാനിക്കുക. കാരണം എൻ്റെ അഭിപ്രായം ആയിരിക്കണമെന്നില്ല നിങ്ങളുടെ അഭിപ്രായം. മനസ്സിലായോ? അഭിപ്രായം ഏതാണെങ്കിലും എല്ലാ സിനിമകളും വിജയിക്കട്ടെ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും ഞാൻ എത്താം.
എത്തും വരെ എല്ലാവർക്കും ഓക്കെ ബായ്.